ലാസ്റ്റ് വീഡിയോയുടെ കണ്ടിന്യൂഷൻ ആണ്. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചത് ജസ്റ്റ് ഒന്നും കൂടെ പറയാം. ഒരു പി എൻ ജംഗ്ഷൻ ഫോം ചെയ്ത് കഴിഞ്ഞാൽ പി സൈഡിലുള്ള ഹോൾസ് ഡിഫ്യൂസ് ചെയ്ത് എൻ സൈഡിൽ എത്തുകയും അവിടെ ഇരിക്കുന്ന ഇലക്ട്രോണുമായിട്ട് റീകമ്പൈൻ ചെയ്യുകയും ചെയ്യും. പി എൻ ജംഗ്ഷൻ ഫോം ചെയ്യുമ്പോൾ പി സൈഡിലുള്ള ഹോൾസ് എൻ സൈഡിലേക്ക് ഡിഫ്യൂസ് ചെയ്ത് വന്ന് എൻ സൈഡിലുള്ള ഇലക്ട്രോണുമായിട്ട് റീകമ്പൈൻ ചെയ്യും. ഓക്കെ, ഡിഫ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി സൈഡിൽ ഹോൾസിന്റെ കോൺസെൻട്രേഷൻ കൂടുതലാണ്, എൻ സൈഡിൽ ഹോളിന്റെ കോൺസെൻട്രേഷൻ കുറവാണ്. അപ്പോൾ ഹോളിന്റെ കോൺസെൻട്രേഷൻ കൂടുതലുള്ള ഭാഗത്തു നിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് ഡിഫ്യൂഷൻ മൂവ്മെന്റ് ഉണ്ടാവും. അങ്ങനെ പി സൈഡിലുള്ള ഹോൾസ് എൻ സൈഡിലേക്ക് ഡിഫ്യൂസ് ചെയ്ത് വന്ന് അവിടെയുള്ള ഇലക്ട്രോൺസുമായിട്ട് റീകമ്പൈൻ ചെയ്യും. സിമിലർലി എൻ സൈഡിലുള്ള ഇലക്ട്രോൺസ് ഡിഫ്യൂസ് ചെയ്ത് പി സൈഡിലേക്ക് വന്ന് ഹോൾസുമായിട്ട് റീകമ്പൈൻ ചെയ്യും. എൻ സൈഡിലുള്ള ഇലക്ട്രോൺസ് ജംഗ്ഷൻ ക്രോസ് ചെയ്ത് വന്ന് പി സൈഡിലുള്ള ഹോൾസുമായിട്ടും റീകമ്പൈൻ ചെയ്യും. അപ്പൊ നിങ്ങൾ ഓർത്തിരിക്കേണ്ട പോയിന്റ്, എൻ സൈഡിലുള്ള ഫ്രീ ഇലക്ട്രോൺസ് ഡിഫ്യൂസ് ചെയ്ത് വന്ന് പി സൈഡിലുള്ള ഹോൾസുമായിട്ട് റീകമ്പൈൻ ചെയ്യും. പി സൈഡിലുള്ള ഹോൾസ് ഡിഫ്യൂസ് ചെയ്ത് വന്ന് എൻ സൈഡിലുള്ള ഇലക്ട്രോണുമായിട്ടും റീകമ്പൈൻ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇലക്ട്രോണ് പി സൈഡിൽ ചെന്ന് ഹോൾസുമായിട്ട് റീകമ്പൈൻ ചെയ്യും. ഹോൾസ് ഡിഫ്യൂസ് ചെയ്ത് വന്ന് എൻ സൈഡിലുള്ള ഇലക്ട്രോണുമായിട്ടും റീകമ്പൈൻ ചെയ്യും. ഇത് നമ്മൾ അടുത്ത പോയിന്റ് പറഞ്ഞത്, ഈ പി സൈഡിലുള്ള ഹോൾസ് ഡിഫ്യൂസ് ചെയ്ത് വന്ന് എൻ സൈഡിലുള്ള ഇലക്ട്രോണുമായിട്ട് റീകമ്പൈൻ ചെയ്താൽ പി സൈഡിൽ പിന്നെ അവശേഷിക്കുന്നത് നെഗറ്റീവ്ലി ചാർജ്ഡ് അയോൺസ് ആണ്. ഇത് ഇമ്മൊബൈൽ ആണ്. അപ്പോൾ പി സൈഡിൽ നിന്ന് ഹോൾസ് എല്ലാം എൻ സൈഡിലേക്ക് ഡിഫ്യൂസ് ചെയ്ത് വന്ന് ഇലക്ട്രോൺസുമായിട്ട് റീകമ്പൈൻ ചെയ്താൽ പിന്നെ അവിടെ അവശേഷിക്കുന്നത് ദിസ് നെഗറ്റീവ്ലി ചാർജ്ഡ് ഇമ്മൊബൈൽ അയോൺസ് ആണ്. പി സൈഡിൽ അവശേഷിക്കുന്നത് നെഗറ്റീവ്ലി ചാർജ്ഡ് ഇമ്മൊബൈൽ അയോൺസ് ആണ്. അതുമൂലം പി സൈഡിന് ഒരു നെറ്റ് നെഗറ്റീവ് ചാർജ് കൈവരും. ഹോൾസ്, എത്ര ഹോൾസ് പി സൈഡിൽ നിന്ന് ഡിഫ്യൂസ് ചെയ്ത് വന്ന് എൻ സൈഡിലുള്ള ഇലക്ട്രോണുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു, പിന്നെ അവിടെ അവശേഷിക്കുന്നത് നെഗറ്റീവ്ലി ചാർജ്ഡ് ഇമ്മൊബൈൽ അയോൺസ് ആണ്. ഹോൾസ് പോയി കഴിഞ്ഞാൽ, പി സൈഡിൽ നിന്ന് ഹോൾസ് ഡിഫ്യൂസ് ചെയ്ത് എൻ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ അവശേഷിക്കുന്ന ഈ പിക്ചറിൽ കാണുന്ന പോലെ നെഗറ്റീവ്ലി ചാർജ്ഡ് ഇമ്മൊബൈൽ അയോൺസ് ആണ്. അതുമൂലം ഈ പി സൈഡിന് ഒരു നെറ്റ് നെഗറ്റീവ് ചാർജ് കൈവരും. ഓക്കെ, പി സൈഡിന് നെറ്റ് നെഗറ്റീവ് ചാർജ് കൈവന്നു. അതേപോലെ എൻ സൈഡിലുള്ള ഇലക്ട്രോൺ ഡിഫ്യൂസ് ചെയ്ത് വന്ന് പി സൈഡിലുള്ള ഹോൾസുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ പി സൈഡിൽ അവശേഷിക്കുന്നത് പോസിറ്റീവ്ലി ചാർജ്ഡ് ഇമ്മൊബൈൽ അയോൺസ് ആയിരിക്കും. അപ്പോൾ എൻ സൈഡിലുള്ള ഇലക്ട്രോൺ ഡിഫ്യൂസ് ചെയ്ത് വന്ന് പി സൈഡിലുള്ള ഹോൾസുമായിട്ട് റീകമ്പൈൻ ചെയ്യുമ്പോൾ പി സൈഡിൽ അവശേഷിക്കുന്നത് പോസിറ്റീവ്ലി ചാർജ്ഡ് ഇമ്മൊബൈൽ അയോൺസ് ആയിരിക്കും. ഇതുമൂലം എൻ സൈഡിന് ഒരു നെറ്റ് പോസിറ്റീവ് ചാർജ് കൈവരും. എൻ സൈഡിലുള്ള ഇലക്ട്രോൺസ് ഡിഫ്യൂസ് ചെയ്ത് വന്ന് പി സൈഡിലുള്ള ഹോൾസുമായിട്ട് റീകമ്പൈൻ ചെയ്യും. അപ്പോൾ ബാക്കിയോട് അവശേഷിക്കുന്നത് പോസിറ്റീവ്ലി ചാർജ് ഇമ്മൊബൈൽ അയോൺസ് ആയിരിക്കും. അതുമൂലം എൻ സൈഡിന് ഒരു നെറ്റ് പോസിറ്റീവ് ചാർജ് കൈവരും. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ബ്രീഫ് ചെയ്യാം. ഇപ്പോൾ പി സൈഡിൽ നിന്ന് ഹോൾസ് എൻ സൈഡിലേക്ക് മൂവ് ചെയ്യുന്നു, അവിടെ റീകോമ്പിനേഷൻ നടക്കുന്നു ഇലക്ട്രോണുമായിട്ട്. അപ്പോൾ പി സൈഡിൽ അവശേഷിക്കുന്നത് നെഗറ്റീവ്ലി ചാർജ് അയോൺസ് ആണ്. അതുകൊണ്ട് പി സൈഡിന് നെറ്റ് നെഗറ്റീവ് ചാർജ് കൈവരും. എൻ സൈഡിൽ നിന്ന് ഇലക്ട്രോൺ പി സൈഡിലേക്ക് ഡിഫ്യൂസ് ചെയ്ത് വന്ന് ഹോളുമായിട്ട് റീകമ്പൈൻ ചെയ്യുമ്പോൾ അവശേഷിക്കുന്നത് പോസിറ്റീവ്ലി ചാർജ് അയോൺസ് ആണ്. അപ്പോൾ എൻ സൈഡിന് ഒരു നെറ്റ് പോസിറ്റീവ് ചാർജ് കിട്ടും. അപ്പോൾ പി സൈഡിന് നെറ്റ് നെഗറ്റീവ് ചാർജ് കിട്ടും, എൻ സൈഡിന് നെറ്റ് പോസിറ്റീവ് ചാർജ് കിട്ടും. ഓക്കെ, അപ്പോൾ പി സൈഡിന് അല്ലെങ്കിൽ പി ടൈപ്പിന് കിട്ടിയത് നെറ്റ് നെഗറ്റീവ് ചാർജ് ആണ്. ദിസ് നെഗറ്റീവ് ചാർജ്
at p side stops electrons from further diffusion. അപ്പോൾ പി സൈഡിൽ ഇപ്പോൾ നെറ്റ് നെഗറ്റീവ് ചാർജ് കൈവന്നു. ഈ നെഗറ്റീവ് ചാർജ് മൂലം എൻ സൈഡിലുള്ള ഇലക്ട്രോണിന്, ഇനി അവശേഷിക്കുന്ന എൻ സൈഡിലുള്ള ഇലക്ട്രോണിന് ഈ പി സൈഡിലേക്ക് ഡിഫ്യൂസ് ചെയ്ത് വന്ന് ഹോൾസുമായിട്ട് റീകമ്പൈൻ ചെയ്യാൻ കഴിയത്തില്ല. കാരണം now the p side has a net negative charge. ഇപ്പോൾ പി സൈഡിൽ ഒരു നെറ്റ് നെഗറ്റീവ് ചാർജ് ആണ് ഉള്ളത്. അതുമൂലം എൻ സൈഡിലുള്ള ഇലക്ട്രോൺസിനെ ഡിഫ്യൂസ് ചെയ്ത് വന്ന് പി സൈഡിലേക്ക് ഡിഫ്യൂസ് ചെയ്ത് വന്ന് ഹോൾസുമായിട്ട് റീകമ്പൈൻ ചെയ്യാൻ കഴിയില്ല. കാരണം പി സൈഡിന് ഇപ്പോൾ നെറ്റ് നെഗറ്റീവ് ചാർജ് ആണ്, ഇലക്ട്രോണും നെഗറ്റീവ് ചാർജ് ആണ്, രണ്ടും തമ്മിൽ റിപ്പൽ ചെയ്യും. ഓക്കെ, അപ്പോൾ സെയിം ചാർജ് ആയതുകൊണ്ട് അവിടെ റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ടാവാൻ കഴിയും. ഓക്കെ, അപ്പോൾ പി സൈഡിൽ ഇപ്പോൾ നെറ്റ് നെഗറ്റീവ് ചാർജ് ആണ്. ഈ നെഗറ്റീവ് ചാർജ് പി സൈഡിന് കിട്ടിയത് കൊണ്ട് എൻ സൈഡിലുള്ള ഇലക്ട്രോണിന് ഡിഫ്യൂസ് ചെയ്ത് പി സൈഡിലേക്ക് വരാൻ കഴിയില്ല. കാരണം പി സൈഡിന് ഇപ്പോൾ നെഗറ്റീവ് ചാർജ് ആണ്, ഈ എൻ സൈഡിലുള്ള ഇലക്ട്രോണും നെഗറ്റീവ് ചാർജ് ആണ്, രണ്ടും റിപ്പല് ചെയ്യും. പി സൈഡിന് ഇപ്പോൾ ഒരു നെറ്റ് നെഗറ്റീവ് ചാർജ് കിട്ടി, അതുകൊണ്ട് എൻ സൈഡിലുള്ള ഇലക്ട്രോണിന് പി സൈഡിലേക്ക് ഡിഫ്യൂസ് ചെയ്യാൻ കഴിയില്ല. ബിക്കോസ് ഓഫ് ദിസ് നെറ്റ് നെഗറ്റീവ് ചാർജ്. ഓക്കെ, so this net negative charge at p side prevents electrons from further diffusion into p side. p side ഉള്ള ഈ നെറ്റ് നെഗറ്റീവ് ചാർജ് മൂലം എൻ സൈഡിലുള്ള ഇലക്ട്രോണിന് പി സൈഡിലേക്ക് ഡിഫ്യൂസ് ചെയ്യാൻ കഴിയില്ല. അതേപോലെ എൻ സൈഡിൽ ഇപ്പോൾ നെറ്റ് പോസിറ്റീവ് ചാർജ് ആണ്, അതുമൂലം പി സൈഡിലുള്ള ഹോൾസിന് എൻ സൈഡിലേക്ക് ഡിഫ്യൂസ് ചെയ്യാൻ കഴിയത്തില്ല. കാരണം എൻ സൈഡിന് ഇപ്പോൾ നെറ്റ് പോസിറ്റീവ് ചാർജ് ആണ്, അതും ഹോൾസിന്റെ പോസിറ്റീവ് ചാർജും തമ്മിൽ റിപ്പൽ ചെയ്യും. സിമിലർലി പോസിറ്റീവ് ചാർജ് അറ്റ് എൻ സൈഡ് സ്റ്റോപ്സ് ഹോൾസ് ഫ്രം ഡിഫ്യൂസിംഗ് ഇൻ ടു എൻ സൈഡ്. എൻ സൈഡിന് നെറ്റ് പോസിറ്റീവ് ചാർജ് കിട്ടിയത് മൂലം ഹോൾസിന് എൻ സൈഡിലേക്ക് ഡിഫ്യൂസ് ചെയ്ത് വരാൻ കഴിയില്ല. കാരണം ഇവിടെ എൻ സൈഡിന് നെറ്റ് പോസിറ്റീവ് ചാർജ് കിട്ടി, ഹോൾസിനും പോസിറ്റീവ് ചാർജ് ആണ്, രണ്ടും തമ്മിൽ റിപ്പൽ ചെയ്യും. സോ ദിസ് നെറ്റ് പോസിറ്റീവ് ചാർജ് അറ്റ് എൻ സൈഡ് വിൽ പ്രിവെന്റ് ഹോൾസ് ഫ്രം ഫർദർ ഡിഫ്യൂഷൻ ഇൻടു എൻ സൈഡ്. അപ്പോൾ എൻ സൈഡിന് നെറ്റ് പോസിറ്റീവ് ചാർജ് കിട്ടിയത് മൂലം പി സൈഡിൽ നിന്നുള്ള ഹോൾസിന് എൻ സൈഡിലേക്ക് ഡിഫ്യൂസ് ചെയ്ത് വന്ന് ഇലക്ട്രോണുമായിട്ട് റീകമ്പൈൻ ചെയ്യാൻ കഴിയില്ല. കാരണം ഇവിടുത്തെ നെറ്റ് പോസിറ്റീവ് ചാർജ് ആണുള്ളത്, ഹോൾസിന് പോസിറ്റീവ് ചാർജ് ആണ്, രണ്ടും തമ്മിൽ റിപ്പൽ ചെയ്യും. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ബ്രീഫ് ചെയ്യാം. പി സൈഡിന് ഇപ്പോൾ നെറ്റ് നെഗറ്റീവ് ചാർജ് കിട്ടി, അതുകൊണ്ട് എൻ സൈഡിലുള്ള ഇലക്ട്രോണിന് പി സൈഡിലേക്ക് ഡിഫ്യൂസ് ചെയ്യാൻ കഴിയത്തില്ല, രണ്ടും തമ്മിൽ റിപ്പൽ ചെയ്യും. രണ്ട് ചാർജും തമ്മിൽ സെയിം ചാർജ് ആയതുകൊണ്ട് രണ്ടും തമ്മിൽ റിപ്പൽ ചെയ്യും. അതേപോലെ എൻ സൈഡിന് ഇപ്പോൾ നെറ്റ് പോസിറ്റീവ് ചാർജ് ആണ്, അതുകൊണ്ട് പി സൈഡിലുള്ള ഹോൾസിന് എൻ സൈഡിലേക്ക് ഡിഫ്യൂസ് ചെയ്യാൻ കഴിയത്തില്ല. കാരണം രണ്ടും സെയിം ചാർജ് ആയതുകൊണ്ട് റിപ്പൽ ചെയ്യും. ഓക്കെ, ഈ ഒരു പ്രോസസ് വിൽ ഫോം എ ബാരിയർ റീജിയൻ നിയർ ദി സെന്റർ പോർഷൻ. നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഈ പ്രോസസ് ഉണ്ടല്ലോ, എൻ സൈഡിന് നെറ്റ് പോസിറ്റീവ് ചാർജ് കൈവന്നത് മൂലം പി സൈഡിൽ നിന്ന് ഹോൾസിന് ഡിഫ്യൂസ് ചെയ്യാൻ കഴിയത്തില്ല. അതേപോലെ പി സൈഡിന് നെറ്റ് നെഗറ്റീവ് ചാർജ് വന്നത് മൂലം എൻ സൈഡിൽ നിന്ന് ഇലക്ട്രോണിന് ഡിഫ്യൂസ് ചെയ്യാൻ കഴിയത്തില്ല. ഈ ഒരു പ്രോസസ് അതെ, ഈ സെന്റർ റീജിയന് ചുറ്റും ഒരു ബാരിയർ റീജിയൻ ഫോം ചെയ്യും. ദിസ് പ്രോസസ് റിസൾട്ട് ഇൻ ദ ഫോർമേഷൻ ഓഫ് ബാരിയർ റീജിയൻ വിച്ച് പ്രിവെന്റ്സ് respective majority carriers crossing the junction. ഞാൻ ഈ പറഞ്ഞ ഒരു പ്രോസസ് മൂലം പി സൈഡിൽ നിന്ന് ഹോൾസിന് എൻ സൈഡിലേക്ക് ഡിഫ്യൂസ് ചെയ്യാൻ കഴിയത്തില്ല, എൻ സൈഡിൽ നിന്ന് ഇലക്ട്രോണിന് പി സൈഡിലേക്ക് ഡിഫ്യൂസ് ചെയ്യാൻ കഴിയത്തില്ല. ഹോൾസ് ഡിഫ്യൂസ് ചെയ്ത് ഇങ്ങോട്ട് വരാൻ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നെറ്റ് പോസിറ്റീവ് ചാർജ് ആണ്, ആരുടെ? ഇമ്മൊബൈൽ അയോൺസിന്റെ. അതുകൊണ്ട് അത് റിപ്പൽ ചെയ്യും. രണ്ടും പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് റിപ്പൽ ചെയ്യും. അതേപോലെ എൻ സൈഡിലുള്ള ഇലക്ട്രോണിന് പി സൈഡിലേക്ക് ഡിഫ്യൂസ് ചെയ്യാൻ കഴിയത്തില്ല, കാരണം ഇവിടെ നെറ്റ് നെഗറ്റീവ് ചാർജ് ആണ്.
അപ്പോൾ രണ്ടും തമ്മിൽ റിപ്പൽ ചെയ്യും. ഈ പ്രോസസ്സ് ഈ സെൻട്രൽ റീജിയനിൽ ഒരു ബാരിയർ ഫോം ചെയ്യുകയും ഇലക്ട്രോൺസിന്റെയും ഹോൾസിന്റെയും ഡിഫ്യൂഷനെ തടയുകയും ചെയ്യുന്നു. ഓക്കെ, ദിസ് പ്രോസസ് റിസൾട്ട് ഇൻ ദ ഫോർമേഷൻ ഓഫ് എ ബാരിയർ റീജിയൻ അറ്റ് ദ സെന്റർ പോർഷൻ ഓഫ് PN ജംഗ്ഷൻ. അപ്പോൾ ഈ പ്രോസസ്സ് ഇവിടെ ഒരു ബാരിയർ റീജിയൻ സൃഷ്ടിക്കുന്നു. ആ ബാരിയർ റീജിയൻ ഹോൾസിന്റെയും ഇലക്ട്രോണിന്റെയും മറു സൈഡിലേക്കുള്ള ഡിഫ്യൂഷൻ എന്ത് ചെയ്യുന്നു? തടയുന്നു, പ്രിവെന്റ് ചെയ്യുന്നു. ദിസ് റീജിയൻ ഈസ് നോൺ ആസ് ഡിപ്ലീഷൻ റീജിയൻ ഓർ സ്പേസ് ചാർജ് റീജിയൻ. ഓക്കെ, ദിസ് region is known as depletion region or space charge region. Okay, അപ്പോൾ ഈ സെന്ററിൽ ഫോം ചെയ്ത ഈ റീജിയനെ വിളിക്കുന്ന പേരാണ് ഡിപ്ലീഷൻ റീജിയൻ ഓർ സ്പേസ് ചാർജ് റീജിയൻ. ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ്. വാട്ട് ഈസ് ഡിപ്ലീഷൻ റീജിയൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദിസ് ഈസ് എ ബാരിയർ റീജിയൻ at the center of PN junction. PN ജംഗ്ഷന്റെ സെന്ററിൽ ഫോം ചെയ്യുന്ന ഒരു ബാരിയർ ആണ്. ഓക്കെ, ഇതിന്റെ പ്രത്യേകത ഈ ബാരിയറിനകത്ത്, ഓക്കെ, ബാരിയറിന്റെ പ്രത്യേകത ഈ ബാരിയറിൽ എൻ സൈഡിൽ പോസിറ്റീവ് ചാർജ് ആണ്. ബാരിയറിനുള്ളിൽ എൻ സൈഡ് നോക്കി, ഇതാണ് ബാരിയർ എന്ന് പറയുന്നത്. കണ്ടോ, ഇതാണ് ബാരിയർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ബാരിയറിനകത്ത് എൻ സൈഡിൽ പോസിറ്റീവ് ചാർജ് ആണ്, പി സൈഡിൽ നെഗറ്റീവ് ചാർജ് ആണ്. ഓക്കെ, ഇൻസൈഡ് ദിസ് ബാരിയർ എന്ന് പറയാൻ കാരണം, ഈ ബാരിയർ എൻ സൈഡിൽ നിന്ന് ഇലക്ട്രോണിനെ പി സൈഡിലേക്ക് കടത്തിവിടത്തില്ല, പി സൈഡിൽ നിന്ന് ഹോൾസിനെ എൻ സൈഡിലേക്കും കടത്തിവിടത്തില്ല. ഓക്കെ, അതാണ് ബാരിയർ എന്ന് പറയുന്നത്. ഓക്കെ, ബാരിയർ നമുക്കറിയാം, റോഡിൽ പലപ്പോഴും ബാരിക്കേഡ് വെക്കാറുണ്ട്. ഓക്കെ, അതേപോലെയാണ് ഈ ബാരിയർ. ഇവിടുത്തെ ബാരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണിന്റെയും ഹോളിന്റെയും മറു സൈഡിലേക്കുള്ള ഡിഫ്യൂഷൻ തടയുന്ന ഒരു ബാരിയർ ആണ് ഈ സെൻട്രൽ റീജിയനിൽ ഫോം ചെയ്യപ്പെട്ടത്. ആ ബാരിയറിന്റെ ഉള്ളിൽ നിങ്ങൾ നോക്കുക. ഓക്കെ, ഇതാണ് ബാരിയർ എന്ന് പറയുന്നത്. ഈ ബാരിയറിനുള്ളിൽ എൻ സൈഡിന് പോസിറ്റീവ് ചാർജ് ആണ്, പി സൈഡിൽ നെഗറ്റീവ് ചാർജ് ആണ്. കണ്ടോ, ഇതാണ് പി സൈഡ്. ഈ ബാരിയറിനുള്ളിൽ പി സൈഡിൽ അത് നെഗറ്റീവ് ചാർജ് ആണ്. ഓക്കെ, എൻ സൈഡിൽ പോസിറ്റീവ് ചാർജ് ആണ്. ഓക്കെ, ഇനി ഔട്ട്സൈഡ് ദ ബാരിയർ നോക്കിയാൽ, ഓക്കെ, ഈ സൈഡിലും ആ സെമി കണ്ടക്ടർ മെറ്റീരിയൽ എന്താണ്? ഇലക്ട്രിക്കലി ന്യൂട്രൽ ആയിരിക്കും. ഓക്കെ, ബാരിയറിന് വെളിയിൽ ആ സെമി കണ്ടക്ടർ മെറ്റീരിയൽ എന്തായിരിക്കും? ഇലക്ട്രിക്കലി ന്യൂട്രൽ ആയിരിക്കും. പക്ഷേ ബാരിയറിനുള്ളിൽ എൻ സൈഡിൽ അത് പോസിറ്റീവ് ചാർജ് ആണ്, പി സൈഡിൽ അതിന് നെഗറ്റീവ് ചാർജ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ബാരിയറിനെ വിളിക്കുന്ന പേരാണ് ഡിപ്ലീഷൻ റീജിയൻ അഥവാ സ്പേസ് ചാർജ് റീജിയൻ. ഓക്കെ, അപ്പോൾ ദിസ് ബാരിയർ അറ്റ് ദ സെന്റർ പോർഷൻ ഈസ് നോൺ ആസ്, ഈ നടുഭാഗത്തുള്ള ഈ ബാരിയർ പോർഷനെ വിളിക്കുന്ന പേരാണ് ഡിപ്ലീഷൻ റീജിയൻ അഥവാ സ്പേസ് ചാർജ് റീജിയൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനെ ഡിപ്ലീഷൻ റീജിയൻ എന്ന് പറയാൻ കാരണം, ഹിയർ ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ് ആർ ഡിപ്ലീറ്റഡ്. ഓക്കെ, ഇവിടെ ഇലക്ട്രോൺസും ഹോൾസിന്റെയും പ്രസൻസ് ഇല്ല, സാന്നിധ്യമില്ല, അതിനെ നീക്കം ചെയ്തു. ഈ ബാരിയർ റീജിയനിൽ, അതായത് ഈ ഡിപ്ലീഷൻ റീജിയനിൽ അല്ലെങ്കിൽ ഈ സ്പേസ് ചാർജ് റീജിയനിൽ ഇലക്ട്രോൺസിന്റെയും ഹോൾസിന്റെയും സാന്നിധ്യമില്ല. പകരം ഇമ്മൊബൈൽ അയോൺസ് മാത്രമേ ഉള്ളൂ. എൻ സൈഡിൽ പോസിറ്റീവ് ഇമ്മൊബൈൽ അയോണും പി സൈഡിൽ നെഗറ്റീവ് ഇമ്മൊബൈൽ അയോണും മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ റീജിയനെ വിളിക്കുന്ന പേര്, അതായത് ഹോൾസും ഇലക്ട്രോണും, ഹോൾസിന്റെയും ഇലക്ട്രോണിന്റെയും പ്രത്യേകത അതാണ് മൊബൈൽ ചാർജ് കാരിയേഴ്സ്. ആ മൊബൈൽ ചാർജ് കാരിയേഴ്സിന്റെ സാന്നിധ്യം ഇവിടെ ഇല്ല. ഈ സ്പേസ് ചാർജ് റീജിയനിൽ അല്ലെങ്കിൽ ഡിപ്ലീഷൻ റീജിയനിൽ
ഈ മൊബൈൽ ചാർജ് കാരിയേഴ്സ് ആയിട്ടുള്ള ഇലക്ട്രോൺസും കാണത്തില്ല, ഹോൾസും കാണത്തില്ല. ദേ ആർ ഡിപ്ലീറ്റഡ് ഫ്രം ദാറ്റ് റീജിയൻ. ഓക്കെ, അവർ ആ റീജിയനിൽ നിന്ന് അവരെ പുറന്തള്ളി, അവരുടെ സാന്നിധ്യമില്ല. ഓക്കെ, അപ്പോൾ ഡിപ്ലീഷൻ റീജിയന്റെ പ്രത്യേകത, there is no presence of mobile charge carriers like holes and electron. ഇലക്ട്രോണിന്റെയും ഹോൾസിന്റെയും സാന്നിധ്യമില്ലാത്ത റീജിയൻ ആണ് ഡിപ്ലീഷൻ റീജിയൻ. ഓക്കെ, ദേ ആർ ഡിപ്ലീറ്റഡ് ഫ്രം ദാറ്റ് റീജിയൻ. ഓക്കെ ഓക്കെ, അവരവിടുന്ന് നീക്കം ചെയ്തു, അവിടുന്ന് ഒഴിവാക്കി. എവിടെ നിന്ന്? ഈ ബാരിയർ റീജിയനിൽ നിന്ന്. ബാരിയർ റീജിയന്റെ പ്രത്യേകത എന്താണ്? ഓക്കെ, ദിസ് ബാരിയർ റീജിയൻ കണ്ടെയ്ൻസ് ഓൺലി ഇമ്മൊബൈൽ അയോൺസ്. എൻ സൈഡിൽ പോസിറ്റീവ് അയോണും പി സൈഡിൽ നെഗറ്റീവ് അയോൺസും മാത്രമേ ഉള്ളൂ. ഓക്കെ, എന്നിട്ട് നമ്മൾ പറയുന്നത് എന്താണ്? ഡിപ്ലീഷൻ റീജിയൻ എന്ന് പേര് വരാൻ കാരണം, ഓക്കെ, ഈ റീജിയണിൽ മൊബൈൽ ചാർജ് കാരിയേഴ്സ് ആയിട്ടുള്ള ഹോൾസും ഇലക്ട്രോൺസും ഡിപ്ലീറ്റഡ് ആണ്, അവിടുന്ന് നീക്കം ചെയ്തു, അവരെ ഒഴിവാക്കി. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ ഡിപ്ലീഷൻ റീജിയൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഈ ബാരിയർ റീജിയനിൽ നിന്നും മൊബൈൽ ചാർജ് കാരിയേഴ്സ് ആയിട്ടുള്ള ഇലക്ട്രോണിനെയും ഹോൾസിനെയും ഒഴിവാക്കിയിരിക്കുന്നത് കൊണ്ടാണ്, ഡിപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് കൊണ്ടാണ് ഇതിനെ ഡിപ്ലീഷൻ റീജിയൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ വേറൊരു പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് റീജിയൻ ഓൾസോ നോൺ ആസ് സ്പേസ് ചാർജ് റീജിയൻ. ഈ റീജിയന് വെളിയിൽ ആണ് ഇത്രയും ഭാഗത്ത്, അതായത് ഇത്രയും ഭാഗത്ത് സെമി കണ്ടക്ടർ മെറ്റീരിയൽ ന്യൂട്രൽ ആണ്, പി സൈഡിൽ ഈ ഭാഗത്തും സെമി കണ്ടക്ടർ മെറ്റീരിയൽ ന്യൂട്രൽ ആണ്. പക്ഷേ ഈ ബാരിയറിനുള്ളിൽ എൻ സൈഡിൽ പോസിറ്റീവ് ചാർജ്, പി സൈഡിൽ നെഗറ്റീവ് ചാർജ് ആണ് ഉള്ളത്. ദിസ് റീജിയൻ ഈസ് നോൺ ആസ് ഡിപ്ലീഷൻ റീജിയൻ ഓർ സ്പേസ് ചാർജ് റീജിയൻ. Okay, it is so called because mobile charge carriers like electrons and holes are depleted from that region. അവരെ ഹോൾസിനെയും ഇലക്ട്രോൺസിനെയും, അതായത് മൊബൈൽ ചാർജ് കാരിയേഴ്സ് ആയിട്ടുള്ള ഇലക്ട്രോൺസിനെയും ഹോൾസിനെയും ആ റീജിയനിൽ നിന്ന് ഡിപ്ലീറ്റ് ചെയ്ത് കളഞ്ഞിരിക്കുകയാണ്, ഒഴിവാക്കി കളഞ്ഞിരിക്കുകയാണ്, നീക്കം ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് അതിനെ ഡിപ്ലീഷൻ റീജിയൻ എന്ന് വിളിക്കുന്നു. ഓക്കെ, ദിസ് റീജിയൻ കണ്ടെയ്ൻസ് ഓൺലി ഇമ്മൊബൈൽ അയോൺസ് which are electrically charged. ഇലക്ട്രിക്കലി ചാർജ്ഡ് ആയിട്ടുള്ള ഇമ്മൊബൈൽ അയോൺസ് മാത്രമേ ഈ ഡിപ്ലീഷൻ റീജിയനിൽ കാണത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ റീജിയന്റെ പ്രത്യേകത, അവിടെ ഇലക്ട്രോൺസ് ഇല്ല, ഹോൾസ് ഇല്ല. ദിസ് റീജിയൻ കണ്ടെയ്ൻസ് ഓൺലി ഇമ്മൊബൈൽ ആൻഡ് ഇലക്ട്രിക്കലി ചാർജ്ഡ് അയോൺസ്. ഓക്കെ, ഇനി നമ്മൾ അറിയേണ്ടത് ഡിപ്ലീഷൻ റീജിയന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ഡിപ്ലീഷൻ റീജിയൻ? ഡിപ്ലീഷൻ റീജിയൻ, വാട്ട് ഈസ് ഇറ്റ്സ് സ്പെഷ്യാലിറ്റി? നോ ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ്. അതായത് നോ മൊബൈൽ ചാർജ് കാരിയേഴ്സ്, അതായത് ഇലക്ട്രോൺസും ഇല്ല, ഹോൾസും ഈ റീജിയനിൽ വരത്തില്ല. ഓക്കെ, ഫോർ സ്പേസ് ചാർജ് റീജിയൻ അല്ലെങ്കിൽ ഡിപ്ലീഷൻ റീജിയനിൽ there is no presence of electrons and holes. അതായത് മൊബൈൽ ചാർജ് കാരിയേഴ്സ് ആയിട്ടുള്ള ഇലക്ട്രോൺസിന്റെയും ഹോൾസിന്റെയും പ്രസൻസ് ഈ ഡിപ്ലീഷൻ റീജിയനിൽ ഇല്ല. ദിസ് റീജിയൻ കണ്ടെയ്ൻസ് only immobile അയോൺസ്. ഇമ്മൊബൈൽ അയോൺസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇമ്മൊബൈൽ അയോൺസ് മാത്രമേ ഈ റീജിയനിലുള്ളൂ. ഓക്കെ, അതായത്
പി സൈഡിൽ നെഗറ്റീവ്ലി ചാർജ് അയോണാണ്, എൻ സൈഡിൽ പോസിറ്റീവ്ലി ചാർജ് അയോണാണ്. ഓക്കെ, ഇനിയുള്ളത് ഇനി ഈ ഫിസിക്കൽ ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, ഈ ബാരിയറിന്റെ ഒരെൻഡിൽ നിന്ന് മറ്റേ എൻഡിലേക്കുള്ള ഫിസിക്കൽ ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് വിഡ്ത്ത് ഓഫ് ദ ബാരിയർ. ഓക്കെ, physical distance from one end of barrier to other end is known as width of depletion region. ബാരിയറിന്റെ ഒരറ്റത്തു നിന്ന് മറ്റൊരു അറ്റം വരെയുള്ള ഫിസിക്കൽ ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് ബാരിയർ വിഡ്ത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫിസിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ വൺ എൻഡ് ഓഫ് ദ ബാരിയർ ടു അതർ എൻഡ് ഈസ് നോൺ ആസ് വിഡ്ത്ത് ഓഫ് ദ ബാരിയർ. ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഫിസിക്കൽ ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് ഈ ഡിപ്ലീഷൻ റീജിയന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ഡിപ്ലീഷൻ റീജിയന് ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്, ഒരു ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഉണ്ട്. ഓക്കെ, അതായത് നമ്മൾ വോൾട്ടേജ് ഒന്നും അപ്ലൈ ചെയ്തില്ലെങ്കിലും ഈ ഡിപ്ലീഷൻ റീജിയന് ഒരു ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഉണ്ട്. ഇവിടെ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ സിലിക്കൺ ആണെങ്കിൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 0.7 വോൾട്ട് ആയിരിക്കും. 0.7 വോൾട്ട് ആയിരിക്കും ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. ജർമേനിയം ആണെങ്കിൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ 0.3 വോൾട്ട് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മള് ഈ ഡിപ്ലീഷൻ റീജിയന് ഒരു ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഉണ്ട്. നമ്മൾ വോൾട്ടേജ് ഒന്നും അപ്ലൈ ചെയ്തില്ലെങ്കിലും ബാറ്ററി ഒന്നും കണക്ട് ചെയ്തില്ലെങ്കിലും ഈ ഡിപ്ലീഷൻ റീജിയന് ഒരു ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഉണ്ട്. സിലിക്കൺ ആണെങ്കിൽ അതിന് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ 0.7 വോൾട്ട് ആണ് ഈ ഡിപ്ലീഷൻ റീജിയന്റെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. ജർമേനിയം ആണെങ്കിൽ 0.3 വോൾട്ട് ആണ്. അപ്പോൾ നമ്മൾ ഈ ഡിപ്ലീഷൻ റീജിയൻ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം, അങ്ങനെ പേര് വരാൻ കാരണം ആ റീജിയനിൽ നിന്ന് മൊബൈൽ ചാർജ് കാരിയേഴ്സ് ആയിട്ടുള്ള ഇലക്ട്രോൺസിനെയും ഹോൾസിനെയും ഡിപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്, അതിനെ ഒഴിവാക്കിയിരിക്കുകയാണ്, അതിന്റെ പ്രസൻസ് ഒഴിവാക്കിയിരിക്കുകയാണ്, അതിനെ തുടച്ചു മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഡിപ്ലീഷൻ റീജിയണിൽ മൊബൈൽ ചാർജ് കാരിയേഴ്സ് ആയിട്ടുള്ള ഇലക്ട്രോൺസും ഹോൾസും ഇല്ല. പകരം ഡിപ്ലീഷൻ റീജിയണിലുള്ളത് ഇമ്മൊബൈൽ അയോൺസ് ആണ്. നെഗറ്റീവും പോസിറ്റീവും ആയിട്ടുള്ള ഇമ്മൊബൈൽ അയോൺസ് ആണ് ഡിപ്ലീഷൻ റീജിയണിലുള്ളത്. അതിന്റെ ഒരു എൻഡിൽ നിന്ന് മറ്റൊരു എൻഡിലേക്കുള്ള ഫിസിക്കൽ ഡിസ്റ്റൻസിനെ പറയുന്ന പേര് അതിന്റെ വിഡ്ത്ത് എന്നാണ്. ഓക്കെ, നമ്മൾ ബാറ്ററി ഒന്നും കണക്ട് ചെയ്യില്ലെങ്കിൽ അതിന് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കാണും. സിലിക്കൺ ആണ് ഉപയോഗിച്ച മെറ്റീരിയൽ എങ്കിൽ അതിന്റെ പൊട്ടൻഷ്യൽ 0.7 വോൾട്ടും ജർമേനിയം ആണെങ്കിൽ അതിന്റെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 0.3 വോൾട്ടുമാണ്. ഓക്കെ.